ഇനി ചെയ്യുന്ന വീഡിയോയ്ക്ക് ആമുഖമായി ഒരു പഴയ മലയാള ഗാനം പാടിക്കൊണ്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. ആ ഗാനം വേറൊന്നുമല്ല, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഈ പാട്ട് മംദാനി ജയിച്ചതിന് കരയുന്നവർക്കായി സമർപ്പിക്കുകയാണ്, ഒപ്പം ചിരിക്കുന്നവർക്കുമായി. കരയാനും ചിരിക്കാനും ഒരുപാട് കാരണങ്ങളുണ്ട് മംദാനിയുടെ വിജയത്തിൽ. 2025 തുടങ്ങിയത് ട്രംപിൻ്റെ നിലവിളിയോടാണ്, അല്ലെങ്കിൽ ട്രംപിൻ്റെ ആക്രോശത്തോടു കൂടിയാണെങ്കിൽ 2025 അവസാനിച്ച് 2026 ആരംഭിക്കാൻ പോകുന്നത് ആ നിലവിളിക്കപ്പുറം ന്യൂയോർക്ക് മറ്റൊരു ആരവം ഉയർത്തിക്കൊണ്ടാണ്. ട്രംപിൻ്റെ ആക്രോശത്തെ നിശബ്ദമാക്കുന്ന, മയപ്പെടുത്തുന്ന ഒരു മനോഹര ആരവം. ഈ ആരവങ്ങൾക്കിടയിൽ ഇന്നലെ ആരോ ചോദിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് നടന്നത് ന്യൂയോർക്കിലാണ്, മത്സരിച്ചത് സുഹ്റാൻ മംദാനിയാണ്. അവിടെ വോട്ട് ചെയ്തത് വിവിധ ജാതിയിലും മതത്തിലും പെട്ട ന്യൂയോർക്കേഴ്സാണ്. അവർ എഡ്യൂക്കേറ്റഡാണ്, വർക്കിംഗ് ക്ലാസ് ഉണ്ട്, മിഡിൽമെൻ ഉണ്ട്. ആ വരുന്ന വിവിധ കാറ്റഗറിയിൽ വരുന്ന ജ്യൂസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അങ്ങനെ വ്യത്യസ്തരായ ഒരുപാട് മനുഷ്യരുണ്ട്, കാത്തലിക്സ് ഉണ്ട്, അങ്ങനെയൊക്കെ പല വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. പക്ഷേ ഇവിടുത്തെ നിലവിളിയാണ് സഹിക്കാൻ വയ്യാത്തത്. ആ നിലവിളിക്ക് ആക്കം കൂട്ടുന്ന ഒരു കാഴ്ച കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ആ കാഴ്ച കൂടി കാണിച്ചുകൊണ്ട് ഈ മംദാനി സീരീസ് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. ആ കാഴ്ച ദേ ഇതാണ്, ഒന്ന് കണ്ടോളൂ. Let's pray. Spirit of the Lord God, we thank you for who you are, for how you have kept, how you have redeemed, and you have made us aware and thankful for your grace and your mercy. Now, Father, we are praying for this young man whom you have chosen for such a time as this. Yes. Strengthen him, guide him, imbue him with wisdom. Give him the ability to know what is right for this season. And we thank you, Lord, for the victory. We thank you, Lord, for the ability to govern well. We thank you, Lord, for the ability to hear even the smallest among us and to take them seriously. Now, Father, we thank you, not that he's going to do the miracle, but that you are going to do the miracle through him. Yes. And that in so doing, you will exclusively get the praise. We thank you for this. We're praying for his health, for his family. Thank you for protection in the name of the Lord God. And we call these things done in Jesus' name. Amen. 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 ഈ ദുആ ചെയ്യുന്നത് രണ്ട് പാസ്റ്റർമാരാണ്. ഒന്ന് ലിയോ കോളനും മറ്റൊന്ന് ബിഷപ്പ് ഓർലാൻഡോയും. രണ്ടുപേരും ദുആ ചെയ്യുകയാണ്. ആ ദുആയ്ക്ക് സാക്ഷിയാവുകയാണ് ആര്? സുഹ്റാൻ മംദാനി. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? നന്നായി ഭരിക്കാൻ കഴിയണേ, ആ ഭരിക്കുന്നതിന് വേണ്ടിയുള്ള വിസ്ഡം ഉണ്ടാവണേ, ഏറ്റവും താഴെയുള്ള മനുഷ്യനെപ്പോലും ഒരു ആശ്വാസം നൽകുന്ന ഭരണമാക്കി നീ മാറ്റണമേ, നമുക്കെല്ലാവർക്കും ഈ മനുഷ്യനിലൂടെ നന്മയും നല്ലതും പ്രവർത്തിക്കാൻ കഴിയണമേ തുടങ്ങിയ പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥിക്കുന്ന ഉസ്താദ് ഇദ്ദേഹത്തിനെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. മനോഹരമായ പ്രാർത്ഥനകളിലൊന്ന്. രണ്ട് കാര്യങ്ങളാണ് ഗുണപാഠമായിട്ടുള്ളത്. ഒന്ന്, സുഹ്റാൻ മംദാനി എന്ന ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് അവിടുത്തെ ക്രൈസ്തവർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ജൂതർക്കോ മടിയില്ല വോട്ട് ചെയ്യുന്നതിനും. അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അയാൾ മുസ്ലിമാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല, അയാൾ ഉയർത്തുന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇനി മറുവശത്തുള്ളത് മംദാനിക്ക് അതിന് നിന്നുകൊടുക്കാനും യാതൊരു പ്രയാസവുമില്ല. അവരുടെ പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം സമ്മതിക്കുന്നു. ആരാണ് അയാൾ? തൻ്റെ ഐഡൻറ്റിറ്റി പരസ്യമായി ഉറക്കെ പറഞ്ഞ് ഞാൻ മുസ്ലിമാണ്, ഞാൻ ഡെമോക്രാറ്റാണ്, ഞാൻ സോഷ്യലിസ്റ്റാണ് എന്ന് ഉറക്കെ പറഞ്ഞ്, കമ്മ്യൂണിസ്റ്റാണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരുപാട് പേര് അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പുള്ളി പറഞ്ഞത് 3 കാര്യമാണ്. ഐ ആം എ മുസ്ലിം, ഐ ആം എ ഡെമോക്രാറ്റ് ആൻഡ് ഐ ആം എ സോഷ്യലിസ്റ്റ് എന്ന് മാത്രമല്ല, അതിന് ശേഷം അയാൾ പറഞ്ഞു അതിൽ ഒന്നിൽ പോലും അണുവിട അപ്പോളജൈസ് ചെയ്യാൻ, ഖേദിക്കാൻ, അല്ലെങ്കിൽ അത് ശബ്ദം താഴ്ത്തി പറയാൻ. ചിലപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒരു സ്വത്വത്തെ താഴ്ത്തി വെക്കേണ്ടി വരുമല്ലോ, നമ്മുടെ നാട്ടിലേക്ക് അഭ്യാസികൾ ചെയ്യുന്നത് പോലെ. ഒന്നെങ്കിൽ മുസ്ലിം സ്വത്വത്തെ താഴ്ത്തി വെക്കും, അല്ലെങ്കിൽ പാർട്ടി സ്വത്വത്തെ താഴ്ത്തി വെക്കും, അല്ലെങ്കിൽ വേറൊന്ന് താഴ്ത്തി വെച്ച് പൊക്കുന്ന പണിയൊന്നുമില്ല, സ്ട്രെയിറ്റ് അവേ സംസാരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യനാണ് ഈ ദുആയ്ക്ക് വേണ്ടി നിന്നു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാവരും ആമീൻ പറഞ്ഞു പിരിഞ്ഞു.
യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കാഴ്ച കൂടി അവിടെയുണ്ട്. കരയുന്നവർക്ക് കരയാം, ചിരിക്കുന്നവർക്ക് ചിരിക്കാം, ചിന്തിക്കാനുള്ളവർക്ക് ചിന്തിക്കുകയും ചെയ്യാം.